ويكلم الناس في المهد وكهلا ومن الصالحين قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون ويعلمه الكتاب والحكمة والتوراة والإنجيل. ആയത്ത് 46. ويكلم الناس في المهد وكهلا ومن الصالحين. മലക്ക് മറിയം ബീവിയോട് പറഞ്ഞു, ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് ജനങ്ങളോട് സംസാരിക്കും, വാർദ്ധക്യത്തിലും സംസാരിക്കും, സുഹൃതവാന്മാരിൽ പെടുകയും ചെയ്യും. قالت رب أنى يكون لي ولد ولم يمسسني بشر. മറിയം ബീവി പറഞ്ഞു, രക്ഷിതാവേ, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാനാണ്? എന്നെ പുരുഷന്മാരാരും സ്പർശിച്ചിട്ടില്ല. قال كذلك الله يخلق ما يشاء. അല്ലാഹു പറഞ്ഞു, അല്ലെങ്കിൽ മലക്ക് പറഞ്ഞു, ഇപ്രകാരം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നതാണ്. إذا قضى أمرا فإنما يقول له كن فيكون. അല്ലാഹു ഒരു കാര്യം വിധിച്ചാൽ അതിനോട് ആകൂ എന്ന് പറയുന്നതാണ്, അപ്പോൾ അത് ഉണ്ടായിത്തീരുന്നതാണ്. ويعلمه الكتاب والحكمة والتوراة والإنجيل. അല്ലാഹു ആ കുട്ടിക്ക് എഴുത്തും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുന്നതാണ്. ഈ പരിശുദ്ധ ആയത്തുകളിൽ മറിയം ബീവി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സന്താനത്തെക്കുറിച്ച് സുവാർത്ത അറിയിക്കാൻ വന്ന മാലാഖമാരും തമ്മിലുള്ള സംസാരത്തെ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുകയാണ്. وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ. മലക്കുകൾ പറഞ്ഞു, ഈ കുട്ടി ജനിക്കും. തദവസരം ജനങ്ങൾ അത്ഭുതപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിച്ചു. അത് സൂറത്ത് മറിയമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ. കൂടാതെ ഈ കുട്ടി വളരും, ഉയരും, അവസാനം വാർദ്ധക്യം പ്രാപിക്കും. അന്നും ഈ കുട്ടി സംസാരിക്കും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതും ഈ ലോകത്തേക്ക് ഇറങ്ങി വരും എന്നതിന്റെ ഖുർആനിയായ ഒരു തെളിവായി ഈ വചനത്തെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ. ഈ കുട്ടി സുഹൃതവാന്മാരിൽ പെടുന്നതുമാണ്.
അതെ, ഈ കുട്ടി ഒരിക്കലും മോശമായ സന്താനമാകുകയില്ല. മറുഭാഗത്ത് ദൈവവും ആകുന്നതല്ല, പടച്ചവന്റെ നന്മ നിറഞ്ഞ ഒരു സുഹൃത ദാസനാകുന്നതാണ്. قالت رب أنى يكون لي ولد ولم يمسسني بشر. മറിയം അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ രക്ഷിതാവേ, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ. തെറ്റായ സ്ത്രീ പുരുഷ സ്പർശനം ഇസ്ലാം മാത്രമല്ല തെറ്റെന്ന് പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ ദർശനങ്ങളും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ പുരുഷ സ്ത്രീ ബന്ധം അത് ശരിയാണെന്ന് എല്ലാ മതങ്ങളും ഏകോപിച്ചിരിക്കുന്നു. മതങ്ങളുടെ പേരിൽ സ്വന്തം മതത്തെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി വൃത്തികേടുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അത്തരം മതം വാദിക്കുന്നവർക്ക് യഥാർത്ഥ മതവുമായി, സനാതനധർമ്മവുമായി, പ്രവാചകന്മാരുമായി, മഹത്തുക്കളുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് 1000 വട്ടം ആലോചിക്കുക. قالت رب أنى يكون لي ولد ولم يمسسني بشر. മറിയം അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? എന്നെ പുരുഷന്മാരാരും സ്പർശിച്ചിട്ടില്ലല്ലോ. قال كذلك الله يخلق ما يشاء. മലക്കുകൾ പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെയാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് പടച്ചവൻ സൃഷ്ടിക്കുന്നതാണ്. അതെ, അള്ളാഹുവിന്റെ പൊതു രീതി കാരണങ്ങളിലൂടെ കാര്യങ്ങൾ ഉണ്ടാക്കലാണെങ്കിലും ചിലപ്പോഴെല്ലാം പടച്ചവന്റെ അപാരമായ കഴിവ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് കാരണങ്ങളില്ലാതെയും അള്ളാഹു കാര്യങ്ങൾ നടത്തുന്നതാണ്. إذا قضى أمرا فإنما يقول له كن فيكون. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ച് വിധിച്ചു കഴിഞ്ഞാൽ അതിനോട് ആകൂ എന്ന് പറയുക മാത്രമാണ്, അപ്പോൾ അതുണ്ടായിത്തീരും. അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കൻ, പടച്ചവന്റെ തീരുമാനാധികാരത്തെ തിരിച്ചറിയൻ. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ തള്ളാനും തട്ടാനും ആരുമില്ല. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. ഈ കുഞ്ഞിന് പടച്ചവൻ വിശുദ്ധ വേദങ്ങൾ പഠിപ്പിക്കും, എഴുത്തും വായനയും പഠിപ്പിക്കും, തത്വജ്ഞാനം പഠിപ്പിക്കും, വിശുദ്ധ വേദങ്ങളായ തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും. അതെ, തൗറാത്ത് മുൻകഴിഞ്ഞ ഗ്രന്ഥമാണ്, അതും പഠിപ്പിക്കും. ഇഞ്ചീൽ വരാനുള്ള ഗ്രന്ഥമാണ്, അതും പഠിപ്പിക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. ആദ്യമായി ചിന്തിക്കൻ, വയുഅല്ലിമുഹു, അല്ലാഹു പഠിപ്പിക്കും. അറിവുള്ളവരെ, നിങ്ങളുടെ അറിവ് പടച്ചവന്റെ ദാനമാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. എഴുത്തും വായനയും പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ്. അതിനെ സൂക്ഷിച്ചുപയോഗിക്കും. ഇന്റർനെറ്റ്, വാട്സപ്പ് നമ്മളുടെ തോന്നിവാസത്തിനും ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല, പാപങ്ങൾക്കുള്ളതല്ല. അമൂല്യ അനുഗ്രഹമാണ്, പലർക്കും പടച്ചവൻ നൽകാത്ത അനുഗ്രഹമാണ്. അതുകൊണ്ടത് നന്ദിയോടുകൂടി ഉപയോഗിക്കാൻ. വൽ ഹിക്മ, തത്വജ്ഞാനവും അല്ലാഹു പഠിപ്പിക്കുന്നതാണ്. ഇൽമ്, വിജ്ഞാനം, ഇതിന് അറിവെന്ന് പറയും. ആ അറിവ് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കൽ,
കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയൽ, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കൽ, ആ പറയുന്ന കാര്യങ്ങൾ സ്വയം ജീവിതത്തിലും പ്രതിഫലിക്കൽ, ഇതിന് ഹിക്മത്ത് എന്ന് പറയും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. വിശിഷ്യ അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തും ഇൻജീലും അല്ലാഹു പഠിപ്പിക്കും. അതേ, വേദങ്ങളുമായിട്ടുള്ള ബന്ധം പടച്ചവന്റെ അപാര അനുഗ്രഹമാണ്. വിശിഷ്യ അന്തിമ വേദമായ പരിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ വേദങ്ങളുടെയെല്ലാം ഏറ്റവും ആധികാരിക പതിപ്പായ അൽ കിതാബുൽ മുഹൈമിൻ, സത്യത്തിന്റെ സാക്ഷ്യമായ പരിശുദ്ധ ഖുർആൻ, അത് പഠിക്കൽ, അതുമായി ബന്ധപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹുവിന്റെ അപാര അനുഗ്രഹമാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ. സർവോപരി ഈ കുഞ്ഞിനെ അല്ലാഹു ബനു ഇസ്രായേലിലേക്ക് ദൂതനായി നിയോഗിക്കുന്നതാണ്. പ്രവാചകത്വത്തിന്റെ കിരീടം ധരിപ്പിക്കും. ഒരുന്നത പ്രവാചകനായി പടച്ചവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ഒരു വ്യക്തിയാകും. ഇസ്രായേൽ സന്തതികളിലെ വഴിതെറ്റിയ കുഞ്ഞാടുകളെ പടച്ചവന്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ഒരു മഹാപ്രവാചകനാകും. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാവി കാര്യങ്ങളെപ്പറ്റിയുള്ള വ്യക്തമായ രേഖയാണ് പടച്ചവൻ ഈ ആയത്തുകളിലൂടെ വരച്ചു കാട്ടുന്നത്. മറിയം ബീവി ബേജാറാകേണ്ട ആവശ്യമില്ല. നല്ലൊരു കുഞ്ഞായിരിക്കും, ചെറുപ്പത്തിലെ അത്ഭുതമായിരിക്കും. പടച്ചവൻ വിജ്ഞാനം നൽകും. അവസാനം സമുന്നത സ്ഥാനമായ പ്രവാചകത്വത്തിന്റെ സ്ഥാനത്തെ കുഞ്ഞ് ഉയരും. അതുകൊണ്ട് ധൈര്യത്തിൽ, സന്തോഷത്തിൽ, വിനയത്തിൽ, നന്ദിയോടെ പടച്ചവന്റെ ഈ ദാനം സ്വീകരിച്ചാലും. മഹദി അവറുകൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. വലിയ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു, പക്ഷേ അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വീകരിച്ചു. അഭിമാനത്തോടെ കുഞ്ഞുമായി ജനങ്ങൾക്കിടയിലേക്ക് പോയി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിന്റെ പ്രഥമ പ്രഭാഷണം നടന്നു. അതിനുശേഷം ഈ ആയത്തുകളിൽ പറയപ്പെട്ടതുപോലെ വളരെ നല്ല നിലയിൽ ഈസാ നബി അലൈഹിസ്സലാം വളർന്നു. അവസാനം മഹാനവറുകൾ പ്രവാചകനാക്കപ്പെട്ടു. പ്രവാചകത്വത്തിന്റെ കിരീടം ആ ശിരസിൽ അണിയിക്കപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാം കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി. അതടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നു.